തിരുവിഷ്ടം മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 നവംബർ 20 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകം 19 അധ്യായം 11 മുതൽ 16 വരെയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18 അധ്യായം 28 മുതൽ 37 വരെയും തിരുവചനങ്ങൾ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. സത്യത്തിന് സാക്ഷ്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഭൗമിക ജീവിതം സത്യത്തിന് സാക്ഷ്യം നൽകുന്ന ഒന്നായിട്ട് മാറണം. ജീവിതത്തിൽ അതിനുള്ള സാഹചര്യങ്ങളായിട്ടാണ് നമുക്കെതിരെ ആരോപണങ്ങളുണ്ടാകുക, എതിർപ്പുകളുണ്ടാകുക, നമ്മെ വിധിക്കുന്ന അനുഭവങ്ങളുണ്ടാകുക. ആ സാഹചര്യങ്ങളിലൊക്കെ പിലാത്തോസിൻ്റെ അരമനയിൽ നിന്ന ക്രിസ്തുവിനെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. സത്യത്തിനുള്ള സാക്ഷ്യമതാണ്. യേശു പറയുന്നുണ്ട്, ഈ മണിക്കൂറിലേക്കാണ് ഞാൻ വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാനാണ് ഞാൻ വന്നത്. ഈ ലോകത്ത് ക്രിസ്തു ദൈവത്തിൻ്റെ പ്രകാശം വെളിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്? യേശു തൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുന്നത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്. യേശുവിനോട് പിലാത്തോസ് ചോദിക്കുന്നു, നിനക്കെതിരെ ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇവർ നിനക്കെതിരായി തിരിയുന്നുണ്ടല്ലോ, നീ രാജാവാണോ യഥാർത്ഥത്തിൽ? യേശു പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി പോരാടാനായി എൻ്റെ സേവകന്മാർ പ്രവർത്തിക്കുമായിരുന്നു. എൻ്റെ രാജ്യം ഐഹികമല്ല. പിലാത്തോസ് വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ രാജാവാണല്ലേ? അത് നീ തന്നെ പറയുന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന ഒരു പ്രതികൂല സാഹചര്യത്തിൻ്റെ മുൻപിലാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുക. നീ രാജാവാണോ എന്ന് ചോദിക്കുന്നതിന് പകരം നീയാണോ, നിൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ടോ, നീ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതിന് അർത്ഥം അത് തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങളുണ്ടാകുമെന്ന് പറയും, ഞാൻ എന്ന വാക്കിന് ബലം കൊടുക്കും. ഈ ഞാൻ എന്ന വാക്ക് എൻ്റെ സ്വന്തമായിട്ടുണ്ടാകുന്നതിൻ്റെ പേരാണ് അധികാരം. യഥാർത്ഥത്തിൽ ഞാൻ എന്നത് ഒരു നിലനിൽക്കുന്ന കാര്യമല്ല. ക്രിസ്തുവാണ് സമ്പൂർണ്ണത. അവൻ്റെ ഉടമസ്ഥതയിലാണ് ഞാൻ. അവനാണ് രാജാവ്. എൻ്റെ രാജ്യം ഇവിടെയല്ല. നമ്മുടെ രാജ്യം ഇവിടെയല്ലെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്, ഞാൻ ഇവിടെ ഈ ഭൂമിയിലുള്ളതല്ലേ, എനിക്ക് ജീവിക്കണ്ടേ, ഞാൻ ഈ നാട്ടുകാരനല്ലേ, ഞാൻ എന്നത് ഈ ലോകവുമായി ബന്ധപ്പെട്ട ഒന്നല്ലേ എന്ന് നാം പറയും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടേ, മനുഷ്യനായി ജീവിക്കേണ്ടേ എന്നതുകൊണ്ട് നമുക്കെതിരായുണ്ടാവുന്ന ആരോപണങ്ങളെ ചെറുത്തു നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ അധികാരപ്രമത്തത അറിയാതെ പറഞ്ഞു പോകും. ഇത് ക്രിസ്തു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, എൻ്റെ രാജ്യം ഐഹികമല്ല. നമുക്കത് പറയാൻ ഇപ്പോഴും പറ്റുന്നില്ല. നമുക്കെതിരെ ദ്രോഹങ്ങളും തിരസ്കരണവും അപമാനങ്ങളും ആക്ഷേപങ്ങളും പീഡകളും ഉണ്ടാകുമ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല, എനിക്ക് നിലനിൽക്കുന്ന രാജ്യമുണ്ട് എന്ന് പറയാൻ കഴിയണം ക്രിസ്തുവിൽ നമുക്ക്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, പിലാത്തോസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ രാജാവാണല്ലേ? നമ്മുടെ മൗനം അല്ലെങ്കിൽ നമ്മുടെ കീഴ്വഴങ്ങൾ, നിയമത്തിന് കീഴടങ്ങലൊക്കെ വലിയ അനുഭവമാണ് മറ്റുള്ളവർ ജനിപ്പിക്കുക. പിലാത്തോസ് ചോദിക്കുകയാണ്, അപ്പോൾ നീ രാജാവാണല്ലേ? അത് നീ തന്നെ പറയുന്നല്ലോ. തന്നെ വിധിക്കാനായി ചോദ്യം ചെയ്യുന്നവനെ കൊണ്ട് താൻ രാജാവാണെന്ന് പറയിക്കുകയാണ് ക്രിസ്തു. അത് ക്രിസ്തുവിൻ്റെ ഹൃദയ ഉറപ്പിൻ്റെ ബലമാണ്. ഞാൻ ഈ രാജ്യത്തിൻ്റെതല്ല, ഞാൻ സ്വർഗത്തിൻ്റെതാണ് എന്ന ഏറ്റുപറച്ചിലാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ വഴിയിൽ നമുക്ക് പറയാൻ കഴിയേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ രാജ്യം ഐഹികമല്ല. ഈ ലോകത്തിലെ ക്രമങ്ങൾക്ക് കീഴ്പ്പെട്ടല്ല, ഈ ലോകത്തിലെ നിയമത്തിന് കീഴ്പ്പെട്ടല്ല, ദൈവരാജ്യത്തിന് കീഴ്പ്പെട്ടാണ്, സ്നേഹത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെട്ടാണ്, ക്രിസ്തുവിന് വിധേയപ്പെട്ടാണ്. വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഹൃദയത്തിനകത്ത് ദൈവവചനം ആഴപ്പെടുമ്പോൾ, വേരുപാകപ്പെട്ട അനുഭവം ഉണ്ടാകുമ്പോൾ, ആ വചനം നാം ഭരിക്കാൻ തുടങ്ങുമ്പോൾ, ആ വചനത്തിന് കീഴിൽ നമ്മളായി മാറുമ്പോൾ, രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ, ഈ ലോകത്തിൻ്റെ സാമാന്യ നിയമങ്ങൾ ലംഘിക്കുന്ന അത്യുജ്വലമായ സ്നേഹപ്രവാഹമായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഇപ്പോൾ സാധാരണ രീതിയിൽ ആലോചിക്ക്, ഈ ലോകത്തിൻ്റെ ന്യായപ്രകാരം എവിടെയാണ് കുറ്റം വിധിക്കപ്പെടുക? ആ കുറ്റം വിധികൾ ഒരാൾ സ്നേഹത്തിലായാൽ ഏത് കൽപ്പനയാണ്, ഏത് നിയമമാണ് സ്നേഹത്തിൽ സമ്പൂർണ്ണത പ്രാപിച്ച ഒരാളെ വിധിക്കാനായിട്ടുണ്ടാകുക? ഏത് നിയമമാണ് സഹിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരുവൻ്റെ നേരെ വീണ്ടും ആക്രമണോത്സുകത പുലർത്താൻ കഴിയുക? അതുകൊണ്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കാനുള്ളതാണെന്നും അവരന് വേണ്ടിയുള്ളതാണെന്നും സ്നേഹത്തിൻ്റെ പ്രകാശനമാണെന്നും തിരിച്ചറിഞ്ഞാൽ, ക്രിസ്തുവാണ് നമ്മൾ ജീവിക്കുന്നതെന്നും അവൻ കുരിശിൽ മരിച്ചവനാണെന്നും അവൻ നമ്മെ വിളിക്കുന്നത് കുരിശിലെ യാഗത്തോട് ചേരാനാണെന്നും ഹൃദയം കൊണ്ട് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ച്, രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന ദൈവവചനമാകുന്ന അവനെ ഹൃദയത്തിനകത്ത് രാജാവായി സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ച് ലോകത്തിൻ്റെ അക്രമങ്ങൾ അത് അവസാന വാക്കായിട്ടല്ല, ഉദ്ധാനത്തിലേക്കുള്ള വഴിയായിട്ടാണ്
അനുഭവപ്പെടുക. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് നമുക്ക് ജീവിതത്തിൻ്റെ തിരിച്ചടികളെ നേരിടാൻ കഴിയാതെ പോകുന്നത്? ജീവിതത്തിൽ തിരിച്ചടികളുണ്ടാവും, പരാജയങ്ങളുണ്ടാവും. കാരണം ക്രിസ്തുവിനെ പ്രതി ഒരുവനായിത്തീരുമ്പോൾ പരാജയങ്ങൾ സ്വാഭാവികമാണ്. സത്യത്തിൻ്റെ മാർഗത്തിൽ, ധർമ്മത്തിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുമ്പോൾ പരാജയം ഉറപ്പാണ്. കാരണം ഈ ലോകത്തിന് ഈ ധർമ്മത്തെ എതിർക്കാതിരിക്കാൻ സാധ്യമല്ല, സ്നേഹത്തെ എതിർക്കാതിരിക്കാൻ സാധ്യമല്ല, ഈ ലോകത്തിന് സത്യത്തെ എതിർക്കാതിരിക്കാൻ സാധ്യമല്ല. അപ്രകാരം എതിർപ്പുകളുണ്ടാകുമ്പോൾ നമ്മൾ വിഭ്രമിച്ചു പോകുന്നത് ക്രിസ്തു ആകുന്ന പ്രകാശം അകത്തില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ ഭരണത്തിന് കീഴിലാകാതെ പോകുന്നത് കൊണ്ടാണ്. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. ക്രിസ്തു എൻ്റെ രാജാവാണെന്ന് പറയാൻ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരുവൻ അവനു വേണ്ടി കുരിശിൽ മരിക്കാനുള്ള ഒരു ആഹ്വാനവുമായി എൻ്റെ അകത്ത് വസിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതാണ് ക്രിസ്തുവിനോടൊന്നു ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്നും തിരിച്ചറിയാതെ പോയിട്ടുണ്ടോ നാം? ആ ഒരു മാർഗം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ക്രിസ്തുയാഗത്തിൻ്റെ ഭാഗമാണ് ജീവിത സഹനങ്ങളെന്ന് തിരിച്ചറിയാൻ പറ്റും, അപമാനങ്ങളെന്ന് തിരിച്ചറിയാൻ പറ്റും, പീഡകളെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ തടവറയും കൊലക്കളവും നമുക്കൊരുപോലെ സുന്ദരങ്ങളായിട്ട് മാറും, ക്രിസ്തുവിനെ അനുഭവിക്കുന്നിടങ്ങളായിട്ട് മാറും. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, ജീവാർപ്പണത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ ഒക്കെ ക്രിസ്തുവിനെ ഏറ്റുപറയാനുള്ള, രാജാവ് യേശുവാണെന്ന് ഏറ്റുപറയാനുള്ള അവസരങ്ങളായി തിരിച്ചറിയാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.